മഴക്കാലത്ത്, പ്രത്യേകിച്ച് മൺസൂൺ സമയത്ത് നമ്മുടെ തൊടികളിൽ സജീവമായി വളരുന്ന ഒരു ചെടി, ഉള്ളിൽ ധാരാളം ജലാംശമുള്ള ഒരു കുഞ്ഞു ചെടി, അതാണ് മഷിത്തണ്ട്. വട്ടം വട്ടമുള്ള ഇലകളുമൊക്കെയായി കയ്യാലപ്പൊത്തുകളിലും വിടവുകളിലും മതിലുകളിലും നിലത്തുമൊക്കെയായി ഇവരിങ്ങനെ വളർന്നു നിൽക്കും. നല്ല രീതിയിൽ ജലാംശമുള്ള ഇടങ്ങളിലാണ് ഇവർ സാധാരണ വളരാറുള്ളത്. പണ്ടൊക്കെ സ്ലേറ്റിൽ കല്ലുപെൻസിൽ ഉപയോഗിച്ച് എഴുതിയിരുന്ന എഴുത്തുകൾ മഷിത്തണ്ട് ഉടച്ചാണ് മായ്ച്ചിരുന്നത്. ഈ ചെടികൾ കെട്ടുകണക്കിന് പറിച്ചെടുത്ത് ഇലകൾ നുള്ളിക്കളഞ്ഞ് തണ്ട് മാത്രം കെട്ടുകെട്ടാക്കി സ്കൂളിൽ കൊണ്ടുപോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. ഇത്തരത്തിൽ സ്ലേറ്റിലെ എഴുത്ത് മായ്ക്കാൻ ഉപയോഗിച്ചിരുന്ന മറ്റൊരു ചെടിയാണ് ആട്ടിൻകാൽ കിഴങ്ങ്, അണ്ണാൻ മഷി എന്നൊക്കെ അറിയപ്പെടുന്ന ഡ്രൈനേറിയ. ഇത് ടെറിഡോഫൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന പുഷ്പിക്കാത്ത ഒരു സസ്യമാണ്. ആടിന്റെ കാലിനെ ഓർമ്മിപ്പിക്കുന്ന കിഴങ്ങ് പോലെ ഒരു ഭാഗം ഈ സസ്യത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ആട്ടിൻകാൽ കിഴങ്ങ് എന്ന് വിളിക്കുന്നത്. പെപ്പറോമിയ പെല്ലൂസിഡ എന്നാണ് മഷിത്തണ്ടിന്റെ ശാസ്ത്രനാമം. പെപ്പറോമിയ എന്ന പേര് കേൾക്കുമ്പോൾ പെപ്പർ അഥവാ കുരുമുളകിന്റെ കാര്യം ഓർമ്മ വരുന്നില്ലേ? മഷിത്തണ്ടും കുരുമുളകിന്റെ കുടുംബക്കാരനാണ്. കുരുമുളകിന്റെ കുടുംബമായ പൈപ്പറേസിയിലാണ് മഷിത്തണ്ടും ഉൾപ്പെടുന്നത്. വളരെ ട്രാൻസ്പെറന്റ് അല്ലെങ്കിൽ സുതാര്യമായ തണ്ടുകളുള്ള ചെടിയാണ് മഷിത്തണ്ട്. ഇതിലൊരു ചെടി പറിച്ചെടുത്ത് അതിന്റെ വേരൊടിച്ചു കളഞ്ഞ് മഷിവെള്ളത്തിൽ മുക്കിവെച്ച് വെള്ളം ചെടിയിലേക്ക് കയറിപ്പോകുന്നത് നോക്കിയിരുന്നിട്ടുണ്ട് നമ്മൾ. കുരുമുളകുണ്ടാകുന്നത് പോലെ ഒരു തിരിയിലാണ് ഇതിന്റെയും കായ്കൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ആരും സ്ലേറ്റ് തുടയ്ക്കാൻ പറിച്ചെടുക്കാത്തതുകൊണ്ട് മൂപ്പർക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന മഷിത്തണ്ടുകളെ കൂടാതെ പെപ്പറോമിയ ജനുസിൽപ്പെടുന്ന അലങ്കാരത്തിനായി ഉപയോഗിക്കുന്ന ധാരാളം ചെടികളും ഉണ്ട്.